ഓഗസ്റ്റ് 7-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞകടപ്പുറത്ത്. അപ്പോൾ ആൾക്കാരെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ വള്ളക്കാരെ വിശേഷം നോക്കിയാൽ ഏറ്റവും കൂടുതൽ തട്ടുമടിക്ക് പണിക്ക് പോയിട്ട് വന്നിട്ടുള്ള വള്ളക്കാരാണ്. അപ്പോൾ ഓരോ തട്ടുമടിക്ക് ഇപ്പൊ നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കണവ, അതുപോലെ നവര, പിന്നെ കോന്നൊത്തോലി, അങ്ങനത്തെ മീനൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്നതൊക്കെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരെ ഓരോ കൂട്ടം മീനൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇത് കോന്നൊത്തോലിയാണ് കേട്ടോ, ഇവര് വാങ്ങിച്ചിട്ട് വന്നത്. ഇത് 3200 രൂപയുടെ കോന്നൊത്തോലിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ്. നവരമീനാണ്. നവര മീന് വാങ്ങിച്ച് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ കുറച്ച് ലേലവിളിയും കൂടെ നോക്കാം, അതുപോലെ വള്ളക്കാരെ വിശേഷം നോക്കാം. അന്ന് നമ്മൾ രാവിലെ ഒന്നും വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, നോക്കാം. 2050 150 200 രൂപ 200 250 300 350 350 400 2 400 450 500 500 500 550 600 600 2 600 600 650 650 50 ഉണ്ടോ 650 എന്ത് കൊഞ്ച് ലാലം ചെയ്യുന്നില്ലേ? കഴിഞ്ഞ ലാലോണി ഇല്ലേ? ഉണ്ട് 2500 ആവശ്യമില്ലാണ്ട് സാമ്പാർ 50 600 600 600 2 600 650 750 750 800 800 850 850 50 900 950 950 3000 50 150 50 50 50 3050 50 50 100 150 നമ്മളിപ്പോ കണ്ടത് ഒരു തട്ടുമടിയിലെ കണവയാണ്, സൂചി കണവയാണ്. 5 കുട്ടയും അതുപോലെ കുറച്ച് മാലിലും വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വിളിയാണ് നമ്മൾ കാണിച്ചത്. അപ്പൊ അത് കമ്പനിക്കാർ എടുക്കുന്നത് കാരണം നമ്മൾ ആ ഒരു വിലയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇനിയും കുറെ കൂട്ടുകാർ ചോദിക്കുന്നതെന്ന് പറയാം, തട്ടുമടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ചില വള്ളത്തിലൊക്കെ മീനൊക്കെ കൊണ്ടുവരുന്ന സമയം വല കാണുന്നില്ല. അറിയാത്ത ആൾക്കാർ പറയുന്നതാണ്. ഇതാ തട്ടുമടി എന്നുള്ള സംഭവം പണിക്ക് വന്നത് 2 വള്ളമാണ്. അപ്പം ഒരു വള്ളത്തിൽ മീൻ കിട്ടിയ ഒരു വള്ളത്തിൽ കയറ്റിയാണ് ഇവിടെ ലേലത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാ ബാക്കിയുള്ള രണ്ടാമത് കൂട്ടായിട്ട് വരുന്ന വള്ളത്തിലായിരിക്കും ഇതാ ഈ കാണുന്നത് പോലെ വല. തട്ടുമടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അറിയാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് കണ്ടുകൊള്ളണേ. ഈ വള്ളത്തിൽ ഇവരെ കൂട്ടുവള്ളം നേരത്തെ കണവുമായിട്ട് വന്നതാണ്. ഇപ്പൊ രണ്ടാമത് ആ വള്ളത്തിൽ പോയിട്ടുള്ള മീനുമായിട്ടാണ് ഏതാണ്ട് ഈ തട്ടുമടിയിലെ ഈ കണവ മീൻ ഒരു ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. കാണുന്നുണ്ടല്ലോ തട്ടുമടി. ഇതാ ഈ വള്ളത്തിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കാരണം തിരയടി ആയത് കാരണം നമുക്ക് അവിടെ പോയി എടുക്കാൻ പറ്റത്തില്ല. കാണുന്നുണ്ടല്ലോ, ഇതാണ് തട്ടുമടി കേട്ടോ. അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓഗസ്റ്റ് 7-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. തട്ടുമടിക്കാർക്ക് കണവ വരുന്നുണ്ട്, നവര ഉണ്ടായിരുന്നു, കോന്നൊത്തോലി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തിരക്ക് രാവിലത്തെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏറ്റവും കൂടുതൽ കറിക്ക് മീൻ വാങ്ങാൻ ആൾക്കാർ തന്നെയാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ വിഴിഞ്ഞകടപ്പുറത്തുള്ളത്. ഇത് നവരയാണ്. നവരയുടെ ലേലം നമ്മുടെ കൂട്ടുകാർ കണ്ടാണുമല്ലോ. നവര മീനാണ് കൊണ്ടുപോകുന്നത്. അടുത്ത വള്ളത്തിൽ നവര മീനാണ്. തിങ്കൾ മുതല് വ്യാഴാഴ്ച ഉള്ള ആ ഒരു അന്തരീക്ഷമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ ഒരു അന്തരീക്ഷമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം തിങ്കൾ മുതൽ വ്യാഴ വരെയൊക്കെ അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇന്ന് മീനിന്റെ അവസ്ഥയൊക്കെ വളരെ കുറവ് തന്നെയാണ്. നാളെ ശനിയാഴ്ച ഓഗസ്റ്റ് 8-ാം തീയതി രാവിലെയൊക്കെ നമുക്ക് അത്യാവശ്യം തട്ടുപടിയിലൊക്കെ മീനൊക്കെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
തട്ടുമടി കാണാത്തവർക്ക് ഒന്നും കൂടെ കാണിച്ചു തരാമേ. നേരത്തെ നമ്മൾ ദൂരോട്ട് നിന്നിട്ടാണ് അത് കണ്ടത്. ഈ കാണുന്നുണ്ടോ? തട്ടുമടി കാണിച്ചു കൊടുക്കും. തട്ടുമടി കാണാത്തവർക്ക് ഇതാണ് തട്ടുമടി. കാണുന്നുണ്ടല്ലോ. ഈ കാണുന്നതിനെ തട്ടെന്ന് പറയും, ആ കാണുന്നതിനെ പടി എന്ന് പറയും. തട്ടുപടി. തട്ടുപടിയുടെ ഉടമസ്ഥ തട്ടുപടി ഉടമസ്ഥ ഇവരാണ്. മൂളി ഒരു ഹായ് പറ എല്ലാവർക്കും. മീനുണ്ടായിരുന്നു ഇന്ന് 10-15 കുറവല്ലേ? നഷ്ടം, എല്ലാം നഷ്ടം ഇന്ന് കേട്ടോ. ഓക്കെ, കണവയൊക്കെ ഉണ്ട് കേട്ടോ. മീന് കുറവാണ്, കണവുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ തട്ടുമടിയും കാണാത്ത കൂട്ടുകാർ കണ്ടല്ല, ഇതാണ് തട്ടുമടി. 2 വള്ളക്കാര് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് നമ്മൾ കരയിലുള്ളത് പോലെ കമ്പാവല വലിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. 2 വള്ളക്കാര് ഉള്ളിൽ ഈ തട്ടുമടി വലിക്കുന്നത്. ഓക്കെ അല്ലേ?